ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വിൽഫ്രഡ് ഓവൻ എഴുതിയ ഡൾഷെ എറ്റ് ഡെക്കോറം എസ്റ്റ് എന്ന കവിതയാണ്. ഇതൊരു ആൻറ്റിവാർ പോയമാണ്, അതായത് യുദ്ധവിരുദ്ധ കവിതയാണ്. 1917 ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അദ്ദേഹം എഴുതിയ ഒരു കവിതയാണിത്. അതായത് വിൽഫ്രഡ് ഓവൻ യുദ്ധഭൂമിയിൽ അനുഭവിച്ച ഭീകര അനുഭവങ്ങളാണ് ഈ കവിതയ്ക്ക് അടിസ്ഥാനം. അതുപോലെ ഈ കവിത പബ്ലിഷ് ചെയ്തത് 1920 ഈ ഒരു ഫ്രേസ്, അതായത് ഡൾഷെ എറ്റ് ഡെക്കറം എസ്റ്റ് എന്നുള്ളത് ഒരു ലാറ്റിൻ ഫ്രേസ് ആണ്. ഈ കവിതയുടെ അവസാന വരിയിലും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡൾഷെ എറ്റ് ഡെക്കറം എസ്റ്റ് പ്രോ പാട്രിയ മോറി, അതായത് രാജ്യത്തിന് വേണ്ടി മരിക്കുന്നത് മഹത്വകരമാണ് എന്ന പഴയ ലാറ്റിൻ വാചകത്തെ കവി, അതായത് വിൽഫ്രഡ് ഓവൻ, കള്ളമാണെന്ന് ശക്തമായി ഈ കവിതയിൽ വിമർശിക്കുന്നു. അതായത് യുദ്ധം മഹത്വമല്ല, മറിച്ച് വേദനയും നാശവും മരണവുമാണ് എന്നാണ് കവിതയുടെ മുഖ്യ സന്ദേശം. അപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബെൻ ഡബിൾ ലൈക്ക് ഓൾഡ് ബെഗേഴ്സ് അണ്ടർ സാക്സ്. അപ്പം ഫസ്റ്റ് വരിയിൽ തന്നെ സൈനികൻ ടയേർഡും വീക്കും ആണ് എന്ന് പറയുകയാണ്. അതായത് അവരുടെ ശരീരം ബെൻഡ് ഓവർ ആയിരിക്കുന്നു. ആരെപ്പോലെ? ഓൾഡ് ബെഗറിനെ പോലെ. അപ്പോൾ ഹെവി ബാഗ്സ് ക്യാരി അപ്പ് ചെയ്യുന്ന ഓൾഡ് ബെഗേഴ്സിനെ പോലെ. അതായത് യുദ്ധം എന്താണ് ഡിസ്ട്രോയ് ചെയ്തത്? അവരുടെ യൂത്തും അവരുടെ സ്ട്രെങ്തും. അതായത് അവർ ചെറുപ്പക്കാരാണെങ്കിലും അവരിപ്പോൾ ഏജ്ഡ് ആയ പോലെയോ ഇല്ലെങ്കിൽ ഹെൽപ്ലെസ് ആയ പോലെയോ അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻ മിസറബിളായി കാണപ്പെട്ടു. അപ്പോൾ ഒരു ഇമോഷണൽ ബേർഡൻ ഓഫ് വാർ ആണ് ഈ ആദ്യ വരിയിൽ തന്നെ തുറന്ന് കാണിക്കുന്നത്. നോക്ക് നീഡ് കഫിങ് ലൈക്ക് ഹാക്സ് വി കേഴ്സ്ഡ് ത്രൂ സ്ലഡ്ജ്. അപ്പോൾ കഫിങ് ലൈക്ക് ഹാക്സ്, അപ്പോൾ ഒരു രോഗിയായ ഓൾഡ് വുമണിനെ പോലെ ചുമയ്ക്കുന്നു. അപ്പോൾ അതുപോലെ നോക്ക് നീഡ്, അപ്പോൾ ഈ വരിയിൽ എന്താ പറഞ്ഞു തരുന്നത്? അതായത് അവരുടെ കാൽമുട്ടുകൾ, സോൾജിയേഴ്സിൻ്റെ കാൽമുട്ടുകൾ ക്ഷീണത്താൽ വിറയ്ക്കുന്നു. ക്ഷീണിതരായതിനാൽ നിൽക്കാനും നടക്കാനും ബലമില്ല എന്ന് കാണിക്കുവാണ്. കഫിങ് ലൈക്ക് ഹാക്സ്, അതായത് അവർ വയോധിക സ്ത്രീകളെ പോലെ ദുർബലരാണ്. കേഴ്സ്ഡ് ത്രൂ സ്ലഡ്ജ്. സ്ലഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിയുള്ള ചെളിയിൽ കുടുങ്ങി. ഓക്കെ, അപ്പോൾ കട്ടിയുള്ള ചെളിയിൽ കുടുങ്ങി ക്ഷീണിതരായ സൈനികർക്ക് ഈ ചെളിയിൽ കൂടെ നടക്കുമ്പോൾ ഓരോ കാൽവെപ്പും ഒരു കഷ്ടപ്പാടായിരുന്നു. അതായത് തണുപ്പ്, വേദന, ക്ഷീണം തുടങ്ങി എല്ലാ പീഡനങ്ങളും കാരണം അവർ ശപിച്ചുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങിയത്. അപ്പോൾ ഇത് യുദ്ധത്തിൻ്റെ ആ നരകസമാനമായ യാഥാർത്ഥ്യത്തെയും ദുരിതങ്ങളെയും എടുത്തു കാണിക്കുന്ന ഒരു വരിയാണ്. Till on the haunting flares we turned our backs and towards our distant rest began to trudge. അപ്പോൾ ഹോണ്ടിങ് ഫ്ലെയർസ്, ഭയമുള്ള യുദ്ധഭൂമിയിലെ പ്രകാശങ്ങൾ. turned our backs, they walked away from these lights. എന്തുകൊണ്ടാണ് ഹോണ്ടിങ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് യുദ്ധഭൂമിയിലെ വെളിച്ചം എന്നത് ആ ലൈറ്റ്സ് എന്ന സ്കെയറിയാണ്, ഡിസ്റ്റർബിംഗ് ആണ്. എന്താണ് അവർക്ക് കാണാൻ കഴിയുന്നത്? സഫറിങ്ങും ഡെത്തും ആണ്, കഷ്ടപ്പാടുകളുമാണ് അവർക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് ടുവേർഡ്സ് അവർ ഡിസ്റ്റൻറ്റ് റെസ്റ്റ് ബിഗാൻ ടു ട്രച്ച്. അപ്പോൾ ട്രച്ച് എന്നത് വല്ലാത്ത പ്രയാസത്തോടെ നടക്കുക എന്നാണ്. അപ്പോൾ ദൂരെ ഏതോ ഒരു വിശ്രമ സ്ഥലത്തേക്ക് അവർ വളരെ പ്രയാസത്തോടെ, ക്ഷീണിതരായ ശരീരത്തോടും ക്ഷീണിതമായ കാലുകളോടും കൂടി അവർ നടക്കുകയാണ്. Men marched asleep, many had lost their boots but limped on bloodshed. അപ്പോൾ സൈനികർ ഉറങ്ങുന്ന പോലെയാണ് മുന്നോട്ട് പോകുന്നത്. അതായത് അവർ എനർജറ്റിക് അല്ല, അത്രയ്ക്കും അവർ ക്ഷീണിതരായി. അപ്പോൾ റഫ് കണ്ടീഷൻ ഓഫ് വാർ കാരണം പലർക്കും അവരുടെ ബൂട്ട്സ് നഷ്ടമായി. ബൂട്ട്സ് ഇല്ലാതെ അവർ മുന്നോട്ട് നീങ്ങുന്നു. ലിംപിങ് എന്നാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അതായത് മുടന്തി ആ വേദനകൾ കാരണം കഷ്ടപ്പെട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കാലുകൾ മുറിവ് കൊണ്ട് രക്തത്തിൽ നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ബ്ലഡ് ഷെഡ് മീൻസ് ദെയർ വൂണ്ട് ആക്ട് ലൈക്ക് ഷൂസ്. ചെരുപ്പിന് പകരം രക്തം പൊതിഞ്ഞ പാദങ്ങളുമായി അവർ മുന്നോട്ട് നീങ്ങി. ഓൾ വെൻ ലെയിം, ഓൾ ബ്ലൈൻഡ്. അപ്പം ദേ വോക്ക് ലൈക്ക് ഡിസേബിൾഡ് പീപ്പിൾ. ലെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഏബിൾ ടു വോക്ക് പ്രോപ്പർലി എന്നാണ്. അപ്പോൾ ഓൾ വെൻറ്റ് ലെയിം, അപ്പോൾ ക്ഷീണിതരായതിനാൽ ശരിയായി നടക്കാൻ കഴിയുന്നില്ല. അതുപോലെ ഓൾ ബ്ലൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കാണാനും കഴിയുന്നില്ല. അപ്പോൾ ബ്ലൈൻഡ് എന്നത് നോട്ട് ലിറ്ററലി ബ്ലൈൻഡ്, കണ്ണ് കാണാൻ ഒക്കുന്നില്ല എന്നല്ല, പക്ഷെയോ അതിന് അർത്ഥം ക്ഷീണിതരായതിനാൽ ഒന്നും ശ്രദ്ധിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. Drunk with fatigue, deaf even to the hoots of gas shells dropping softly behind. അപ്പം
ഡ്രങ്ക് വിത്ത് ഫറ്റീഗ്, ആ ഒരു ഇതിൽ തന്നെ നമുക്ക് മനസ്സിലായി എക്സ്ട്രീംലി ടയേർഡാണ്, അതായത് മദ്യപിച്ചവരെ പോലെ തളർന്ന് നടക്കുന്നു എന്നർത്ഥം. അതായത് നിരന്തരമായ യുദ്ധവും നടപ്പും ഉറക്കമില്ലായ്മയും കാരണം അവർ തളർന്നു പോയിരിക്കുന്നു, എക്സ്ട്രീംലി ടയേർഡ് ആയിരിക്കുന്നു. അതുപോലെ ഡെഫ്നെസ് ടു ദ ഹൂഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചുറ്റുമുള്ള ശബ്ദങ്ങൾ, ആയുധങ്ങളുടെ മുഴക്കം പോലും അവർക്ക് കേൾക്കാനാവുന്നില്ല. ഓഫ് ഗ്യാസ് ഷെൽസ് ഡ്രോപ്പിംഗ് സോഫ്റ്റ്ലി ബിഹൈൻഡ്, പിന്നിൽ വിഷവാതക ഷെല്ലുകൾ പതിക്കുന്നു. അപ്പം പക്ഷെ അവർ അത്രയും ക്ഷീണിതരായതിനാൽ അത് ശ്രദ്ധിക്കുന്നില്ല. അപ്പം സോഫ്റ്റ്ലി എന്ന് ഇവിടെ പറയുന്നത് ഒരു ഐറണിക്കാണ്, ഒരു വിരോധാഭാസമാണ്. നമുക്കറിയാം യഥാർത്ഥത്തിൽ ഇവ അത്യന്തം അപകടകരമാണ്. ഗ്യാസ് ഷെൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഭയങ്കര ഡെഡ്ലിയാണ്. ഗ്യാസ് ഗ്യാസ് ക്വിക്ക് ബോയ്സ് ആൻഡ് എക്സ്റ്റസി ഓഫ് ഫംബ്ലിംഗ്. അപ്പൊ ഗ്യാസ് ഗ്യാസ് എന്ന് ആരോ അലറി വിളിക്കുന്നു. അപ്പൊ സൈനികർ ഉടനെ തന്നെ എന്ത് ചെയ്തു? അവർ എന്താ ചെയ്യേണ്ടത്? മാസ്കുകൾ ധരിക്കണം. അപ്പൊ എവ്രി വൺ സ്റ്റാർട്ട്സ് ഫംബ്ലിംഗ്. ഈ ഫംബ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മൂവിങ് ക്ലംസ്ലി ഇൻ കൺഫ്യൂഷൻ. എന്തുകൊണ്ടാണ് അവർ ക്ലംസ്ലി മൂവ് ആയത്? ബിക്കോസ് ദേ ആർ ടെറിഫൈഡ്. അപ്പോൾ ഇവിടെ എക്സ്റ്റസി എന്ന് പറയുന്നത് ആനന്ദമല്ല, യുദ്ധം നൽകുന്നത് ആനന്ദമല്ല, നമുക്കറിയാം സന്തോഷം നൽകുകയില്ല. ഒരു ഭീകരമായ അസ്ഥിരതയും ഒരു മരണഭയവും മാത്രമാണ് യുദ്ധം നൽകുന്നത്. ആൻഡ് എക്സ്റ്റസി ഓഫ് ഫംബ്ലിംഗ് എന്നത് ഗ്യാസ് ആക്രമണ സമയത്ത് സൈനികർ അനുഭവിക്കുന്ന പാനിക്കാണ്. അതായത് ദേ ആർ മൂവിങ് ക്ലംസ്ലി ഇൻ കൺഫ്യൂഷൻ. ഓക്കെ, ഫിറ്റിംഗ് ദ ക്ലംസി ഹെൽമെറ്റ്സ് ജസ്റ്റ് ഇൻ ടൈം. അപ്പോൾ സൈനികർ എന്ത് ചെയ്തു? ഹെൽമെറ്റ്സ് എന്നത് ഗ്യാസ് മാസ്ക് ആണ് ഇവിടെ. അപ്പോൾ അറ്റ് ദ വെരി ലാസ്റ്റ് മൊമെൻറ്റ് അവർക്ക് ഗ്യാസ് മാസ്ക് പെട്ടെന്ന് ധരിക്കാൻ സാധിച്ചു. അതായത് ഒരു നിമിഷമെങ്കിലും വൈകിയിരുന്നെങ്കിൽ അവർ മരിച്ചു പോകുമായിരുന്നു എന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. ബട്ട് സമ്മൺ സ്റ്റിൽ വാസ് എല്ലിങ് ഔട്ട് ആൻഡ് സ്റ്റംബ്ലിംഗ് ആൻഡ് ഫ്ലോണ്ടറിംഗ് ലൈക്ക് എ മാൻ ഇൻ ഫയർ ഓർ ലൈം. എന്നാൽ എന്താ സംഭവിച്ചത്? ഒരു സൈനികൻ മാസ്ക് ആ കറക്റ്റ് സമയത്ത് ധരിക്കാൻ കഴിഞ്ഞില്ല ആ സൈനികന്. അപ്പോൾ ആ സൈനികൻ വേദനയാലും ഭയത്താലും അലറി കരയുകയാണ്. അതാണ് എല്ലിങ് ഔട്ട് ആൻഡ് സ്റ്റംബ്ലിംഗ്. സ്റ്റംബ്ലിംഗ് എന്തുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്? ഹി കനോട്ട് വാക്ക് പ്രോപ്പർലി, നടന്നു നീങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. ആൻഡ് ഫ്ലാണ്ടറിങ് ലൈക്ക് എ മാൻ ഇൻ ഫയർ ഓർ ലൈൻ. അപ്പം ഫ്ലാണ്ടറിങ് എന്ന് വെച്ചാൽ സ്ട്രഗ്ലിംഗ് വൈഡ്ലി, അല്ലെങ്കിൽ മൂവിങ് ഹെൽപ്ലെസ്ലി വിത്തൗട്ട് കൺട്രോൾ. അപ്പം സൈനികൻ്റെ മരണവേദനയാണ് കവി ഇവിടെ ചിത്രീകരിക്കുന്നത്. അതായത് ആ സൈനികന് വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെന്നാണ് കവി പറയുന്നത്? തീയിൽ കത്തുന്ന ഒരാളെ പോലെയോ അല്ലെങ്കിൽ ചുണ്ണാമ്പ് ശരീരത്തിൽ വീണ ഒരാളോടെയാണ് കവി ആ സൈനികനെ ഉപമിക്കുന്നത്. dim through the misty panes and thick green light as under a green sea I saw him drowning. അപ്പം പെയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് പീസ് ഓഫ് ഗ്ലാസ് യൂസ്ഡ് ഇൻ എ വിൻഡോ ഓർ ഡോർ ആണ്. ഇവിടെ കവിയുടെ ഗ്യാസ് മാസ്കിൻ്റെ ആ മങ്ങിയ ഗ്ലാസ് വഴി എന്താണ് കവി കണ്ടത്? ആ വിഷവാതകത്തിൻ്റെ പച്ച നിറം മൂലം എല്ലാം മങ്ങലോടെ മാത്രമേ കാണാൻ ആകുന്നുള്ളൂ. ആ പച്ച നിറത്തുള്ള വിഷവാതകം ചുറ്റും നിറഞ്ഞപ്പോൾ അതൊരു പച്ച സമുദ്രം പോലെയാണ് തോന്നിയത് കവിക്ക് എന്നാണ് ഈ കവിതയിൽ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ സൈനികൻ, ആ മാസ്ക് ധരിക്കാത്ത ആ സൈനികന് ശ്വാസം കിട്ടുന്നില്ല. ഐ സോ ഹിം ഡ്രൗണിങ്, അതായത് ശ്വാസം കിട്ടാതെ മുങ്ങി മരിക്കുന്നവനെ പോലെ ആയിരുന്നു ആ സൈനികൻ്റെ അവസ്ഥ എന്നാണ് വിൽഫ്രഡ് ഓവൻ വിവരിക്കുന്നത്. In all my dreams before my helpless sight, he plunges at me, guttering, choking, drowning. അപ്പോൾ ഈ ഭീകര ദൃശ്യം, ആ പെയിൻഫുൾ ഇമേജ് കവിയുടെ സ്വപ്നങ്ങൾ വീണ്ടും വീണ്ടും വന്നു. അപ്പോൾ കവിയുടെ സ്വപ്നങ്ങൾ ആ മരിച്ചു പോകുന്ന ആ ഡൈയിങ് സോൾജർ, മരിച്ചു പോകുന്ന സൈനികൻ സഹായം തേടി വരുന്ന പോലെ തോന്നി. സോൾജർ എങ്ങനെയൊക്കെയാണ് ഇവിടെ വിവരിക്കുന്നത് കവി? ഗട്ടറിങ്, ചോക്കിംഗ്, ഡ്രൗണിങ്. ഗട്ടറിങ് എന്ന് വെച്ചാൽ സ്പട്ടറിങ് ലൈക്ക് എ ഡൈയിങ് ക്യാൻഡിൽ, അതായത് ഒരു മെഴുകുതിരിയുടെ തീ പതുക്കെ അണയുന്നത് പോലെ. അതായത് ഇവിടെ എന്താ പറയുന്നത്? ഒരു മനുഷ്യൻ്റെ ജീവൻ പതുക്കെ അണയുന്നു. സോൾജർ ഈസ് സ്ലോലി ഡൈയിങ്. അതുപോലെ ചോക്കിംഗ്, അത് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ സൈനികന്. ഡ്രൗണിങ്, അത് വിഷവാതകത്തിൽ മുങ്ങി മരിക്കുന്നവനെ പോലെ എന്നാണ് കവി ഇവിടെ വിവരിക്കുന്നത്. If in some smothering dreams you too could pace behind the wagon that we flung him in. അപ്പോൾ സ്മോത്തറിങ് ഡ്രീംസ്, അത് ശ്വാസം മുട്ടിക്കുന്ന, അതായത് ദുർസ്വപ്നങ്ങൾ, ഇവിടെ യുദ്ധത്തിൻ്റെ ഓർമ്മകൾ ഉണ്ടാക്കുന്ന ആ ഭീകര സ്വപ്നങ്ങൾ എന്ന് തന്നെ എടുക്കാം. യു ടു കുഡ് പേസ്, അത് മനസ്സിന് സമാധാനമില്ലാതെ നടന്ന് തിരിയുക. അപ്പം ഈ ഒരു വരി എന്ന് പറയുന്നത് യുദ്ധം സൈനികരെ ശ്വാസം മുട്ടിക്കുന്ന ദുർസ്വപ്നങ്ങളിലൂടെ മാനസികമായി ടോർച്ചർ ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു. ഇഫ് എന്ന് പറയുന്നത് ഹീസ് ആസ്കിങ് അസ് ടു സപ്പോസ് ഇഫ് യു ഓൾസോ ഹാഡ് ഫ്രൈറ്റനിങ് ഡ്രീംസ് ദാറ്റ് മേക്ക് യു ഫീൽ ബ്രെത്ത്ലെസ്
ആൻഡ് റെസ്റ്റ്ലെസ്. അത്തരം അനുഭവങ്ങൾ അനുഭവിച്ചാൽ യുദ്ധത്തെ മഹത്വവൽക്കരിക്കണം അല്ലെ ഗ്ലോറിഫൈ ചെയ്യണം എന്ന് ആർക്കും പറയാൻ ധൈര്യമുണ്ടാവില്ല എന്നാണ് കവിയുടെ സന്ദേശം. അതുപോലെ ബിഹൈൻഡ് ദ വാഗൺ ദാറ്റ് വി ഫ്ലങ് ഹിം ഇൻ, ഇവിടെ കവി ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ആ പരിക്കേറ്റ ബാഡ്ലി ഇഞ്ചേർഡായ ആ സൈനികനെ ഒരു വണ്ടിയിലേക്ക് അലക്ഷ്യമായി എറിഞ്ഞു. ത്രോൺ കെയർലെസ്ലി, അത് യുദ്ധത്തിൻ്റെ ക്രൂരതയും അതുപോലെ മനുഷ്യരോടുള്ള അവഗണനയുമാണ് ഇതിലൂടെ കാണിക്കുന്നത്. ആൻഡ് വാച്ച് ദ വൈറ്റ് ഐസ് വൃത്തിങ് ഇൻ ഹിസ് ഫേസ്. അപ്പോൾ ആ സൈനികൻ്റെ കണ്ണ്, വൃത്തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വിസ്റ്റിങ് ആൻഡ് മൂവിങ്. അപ്പോൾ ആ സൈനികൻ്റെ കണ്ണുകൾ വേദന കൊണ്ട് ട്വിസ്റ്റ് ആകുന്നു, അപ്വേർഡും ഡൗൺവേർഡിലോട്ടും മൂവ് ആകുന്നതായി കാണപ്പെട്ടു. അപ്പോൾ വൈറ്റ് ഐസ് എന്നത് സജസ്റ്റ് ചെയ്യുന്നത് അവൻ മരണത്തിൻ്റെ വക്കിലാണ് എന്നതിൻ്റെ സൂചനയാണ്. ഹിസ് ഹാങ്ങിങ് ഫേസ് ലൈക്ക് എ ഡെവിൾ സിക്ക് ഓഫ് സിൻ. വാതകം പുരണ്ട പട്ടാളക്കാരൻ്റെ ഭയാനകവും വികൃതവും വിളറിയതുമായ മുഖം വളരെ ഭയാനകമായി കാണപ്പെട്ടു. അതായത് തിന്മയുടെ മൂർത്തിഭാവമായ ഒരു ഡെവിള് പോലും അത് കണ്ട് തളർന്നു പോകും, ഇല്ലെങ്കിൽ വെറുപ്പുളവാക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ യുദ്ധത്തിൻ്റെ കഷ്ടപ്പാടുകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദ പോയറ്റ് കമ്പയർസ് ഹിസ് ഫേസ്, ദാറ്റ് സോൾജേഴ്സ് ഫേസ്, ടു എ ഡെവിൾ who is tired and disgusted with sin. Even a devil would feel disgusted by such suffering. If you could hear at every jolt the blood come gargling from the froth corrupted lungs. Jolt എന്ന് പറയുമ്പോൾ ഇവിടെ വയലന്റ് മൂവ്മെന്റ് ഓഫ് ദ വാഗൺ ആണ്. വണ്ടി ഓരോ തവണ കുലുങ്ങുമ്പോഴും എന്ത് കേൾക്കാം എന്നാണ് പറയുന്നത് കവി. ബ്ലഡ് മൂവിങ് ഇൻസൈഡ് ഹിസ് ബോഡി. ഇതിലൂടെ കവി പറഞ്ഞു തരുന്നത് ഹൗ ബാഡ്ലി ഇഞ്ചേർഡ് ഹീസ്. ആ സൈനികൻ അത്രത്തോളം മുറിവുകളാൽ, ശരീരത്തിൽ അത്രത്തോളം മുറിവുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കം ഗാർഗ്ലിംഗ് ഫ്രം ദ ഫ്രോത്ത് കറപ്റ്റഡ് ലങ്സ്. അത് വിഷവാതകത്താൽ നശിച്ച ആ ശ്വാസകോശങ്ങളിൽ നിന്നും നുരയും രക്തവും ചേർന്ന ശബ്ദം പുറത്തു വരുന്നു. അതായത് ഇത് അത്യന്തം ഭീകരമായ കാഴ്ചയാണ് എന്ന് കവി വിവരിക്കുകയാണ് ഇവിടെ. ഒബ്സീൻ ആസ് ക്യാൻസർ, ബിറ്റർ ആസ് എ കഡ്. ഒബ്സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്കിംഗ്, ഹൊറിബിൾ. ക്യാൻസർ നമ്മൾക്കറിയാം ടെറിബിൾ ഡിസീസാണ്. അപ്പോൾ ക്യാൻസർ എങ്ങനെയാണ്? സ്പ്രെഡ് സൈലൻ്റ്ലി ആൻഡ് കിൽ സ്ലോലി. അതുപോലെ വാർ ഓൾസോ ഡിസ്ട്രോയ്സ് ലൈഫ് സ്ലോലി ആൻഡ് മേഴ്സിലെസ്ലി. യുദ്ധം എന്നത് ക്യാൻസർ പോലെ ഭീകരവും നശിപ്പിക്കുന്നതുമാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. ബിറ്റർ ആസ് എ കഡ്. കഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫുഡ് ദാറ്റ് എ കൗ ചൂസ് എഗെയിൻ ആൻഡ് എഗെയിൻ. അതിനെയാണ് കഡ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ വിൽഫ്രഡ് ഓവൻ ഈ ഫ്രേസ് യൂസ് ചെയ്തിരിക്കുന്നത് ടു ഡിസ്ക്രൈബ് ദ ട്രൂത്ത് ഓഫ് വാർ. ആ യുദ്ധത്തിൻ്റെ സത്യം എന്താണ്, കറക്റ്റ് ആ മുഖം എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ബിറ്റർ ആസ് എ കഡ് മീൻസ് എന്താണ്? എക്സ്ട്രീംലി ബിറ്റർ ആൻഡ് ഡിസ്ഗസ്റ്റിംഗ്. അതുപോലെ തന്നെയാണ് ആ ട്രൂത്ത് ഓഫ് വാർ എന്നതും റിയാലിറ്റി ഓഫ് വാർ എന്നതും സ്വീറ്റ് അല്ല, ഗ്ലോറിയസ് അല്ല, അതും ബിറ്ററാണ്. യുദ്ധം എന്ന് പറയുന്നത് ബിറ്ററാണ്, ഡിസ്ഗസ്റ്റിംഗ് ആണ്, പെയിൻഫുൾ ആണ്. അപ്പോൾ യുദ്ധത്തെ മഹത്വവൽക്കരിക്കുന്നത് ക്യാൻസർ പോലെ ഡെഡ്ലിയും ഭാഗികമായി ദഹിച്ച ഭക്ഷണം പോലെ മലിനവുമാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഓഫ് വൈൽ ഇൻക്യൂറബിൾ സോർസ് ഓൺ ഇന്നസെൻറ്റ് ടങ്സ്. അപ്പോൾ ഓഫ് വൈൽ മീൻസ് എക്സ്ട്രീംലി ഡിസ്ഗസ്റ്റിംഗ്, ഹൊറിബിൾ. അപ്പം ഇൻക്യൂറബിൾ അതായത് ഒരിക്കലും ഭേദമാകാത്ത. സോർസ് എന്ന് പറയുമ്പോൾ വേദനയുള്ള മുറിവുകൾ. അപ്പോൾ ഓഫ് വൈൽ ഇൻക്യൂറബിൾ സോർസ് ഓൺ ഇന്നസെൻറ്റ് ടങ്സ്. അപ്പോൾ ഈ വരി യുദ്ധത്തിൽ മരിക്കുന്നത് മഹത്തമായ കാര്യമാണെന്ന് പഠിപ്പിക്കുന്ന കള്ളം നിരപരാധികളായ യുവാക്കളെ അവരുടെ മനസ്സിലും ചിന്തകളിലും ഒരിക്കലും മായാത്ത ഭീകരമായ മുറിവുകൾ ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ഇവിടെ ഈ സോർസ് ഓൺ ടങ് എന്നത് മെറ്റഫറാണ്. അത് ഒരു റിയൽ സോർ ഓൺ ദ മൗത്തിനെ അല്ല ഇവിടെ മീൻ ചെയ്യുന്നത്, ഒരു കറക്റ്റ് മുറിവിനെയല്ല ഇവിടെ മീൻ ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ദ ലൈ പോയിസൺസ് ദ മൈൻഡ് ഓഫ് ഇന്നസെൻറ്റ് യൂത്ത് ഓർ ഇറ്റ് ലീവ്സ് ലാസ്റ്റിംഗ് ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ഡാമേജ് എന്നത് അർത്ഥമാക്കാനാണ് മീൻ ചെയ്യുന്നത്. My friend, you would not tell with such high zest to children ardent for some desperate glory. ഇവിടെ കവി പറയുകയാണ്, ഈ യഥാർത്ഥ വേദനകൾ നീ കണ്ടിരുന്നെങ്കിൽ യുദ്ധത്തെക്കുറിച്ച് ഇത്ര ആവേശത്തോടെയും അഭിമാനത്തോടെയും നീ സംസാരിക്കുകയില്ലായിരുന്നു. അതായത് ഹീറോസ് ആകണമെന്ന്, വീരത്വം മഹത്വം വേണമെന്ന് ആഗ്രഹിക്കുന്ന, അത് ഡ്രീം ചെയ്യുന്ന കുട്ടികളോട് ഇല്ല യുവാക്കളോട് യുദ്ധം അത് വാർ ബ്രിങ്സ് ഗ്ലോറി യുദ്ധം മഹത്വമുള്ളതാണ് എന്ന് നീ പറയില്ലായിരുന്നു. ദ ഓൾഡ് ലൈ ഡൾഷേഡ് എറ്റ് ഡക്രം യെസ്റ്റ്.
പ്രോ പാട്രിയ മോറി. അപ്പം ഇത് ഒരു പഴയ ഒരു കള്ളമാണ് എന്നാണ് വിൽഫ്രഡ് ഓവൻ പറയുന്നത്. അതായത് യുദ്ധം മധുരവും ബഹുമാനകരവുമാണ് എന്നത് തെറ്റായ വിശ്വാസമാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? രാജ്യത്തിനായി മരിക്കുന്നത് മധുരവും മഹത്വവുമാണ്. ഇറ്റ് ഈസ് സ്വീറ്റ് ആൻഡ് ഓണറബിൾ ടു ഡൈ ഫോർ വൺസ് കൺട്രി. അപ്പോൾ കവി പറയുന്നത് ഇത് സത്യമല്ല, ഒരു കള്ളത്തരമാണ്. യുദ്ധം മഹത്വമുള്ളതല്ല, അത് ക്രൂരവും വേദനാജനകവുമാണ്. നിരപരാധികളായ മനുഷ്യരുടെ ജീവിതം നശിപ്പിക്കുന്നു. അപ്പോൾ ഈ കവിതയിലൂടെ ചുരുക്കത്തിൽ അദ്ദേഹം എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? രാജ്യത്തിനായി മരിക്കുന്നത് മഹത്തമായ കാര്യമാണ് എന്ന പഴയ ചൊല്ല് ഒരു ഡേഞ്ചറസ് ലൈ, കള്ളമാണെന്ന് കവി പറയുന്നു. അതുപോലെ ഈ കള്ളം യുദ്ധത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത നിരപരാധികളായ യുവജനങ്ങളെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഹാം ചെയ്യുന്നു. അപ്പോൾ ഈ കള്ളത്തരം മനസ്സിൽ ഫോർ എവർ സ്റ്റേ ചെയ്യും. അപ്പോൾ ഓൾഡ് ലൈഫ് പോയ്സൺസ് ഇന്നസെൻറ്റ് മൈൻഡ്സ്, ലിവിങ് പെർമനൻറ്റ് മെൻ്റൽ വൂൺസ്. I hope you are clear with this explanation. Thank you. Have a nice day.